ഈ ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 60 വന്നു, ഇവിടെ 70 വന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര വരും? അതെങ്ങനെ 50 വന്നത്? 180 കിട്ടണം. സോ എത്ര കുറവുണ്ട് അത് ഇവിടെ എഴുതി കൊടുക്കുക. ഇതുവരെ ഓക്കെ ആണോ? ഇനി നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. ഇതില് ഇത് ടാൻജന്റ് ആണ്. ഈ വര എന്താ? കോഡ്. ടാൻജന്റും കോഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾസുകളെ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളവരോട് ഈക്വലാണ്. അപ്പൊ ഇവിടെ എന്താ വരിക? 50. സോ എന്റെ കുട്ടികൾക്ക് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ 50യുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കോഡില്ലേ, അതിന്റെ 2 എൻഡിലും കൊണ്ടുപോയിട്ട് 50 50 എഴുതുക. അറിയില്ലേ? ഈ 50യുടെ ഓപ്പോസിറ്റ് ഒരു കോഡില്ലേ, PQ, അതിന്റെ 2 എൻഡിലും 50 50 എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ 6 ഇവിടെ 70 ഉണ്ട്. 2 സ്ഥലത്ത് 70 എഴുതണം. ഇവിടെ 70 ഉണ്ട്. എവിടെയാണ് 2 സ്ഥലത്ത് 70 എഴുതുക? ഇവിടെ 70 എഴുതാം. പിന്നെയോ ഇവിടെയും 70 എഴുതാം. മനസ്സിലായോ? വെരി സിമ്പിൾ ആണ്. ഇതേപോലെ 60 ഉണ്ട്. 2 സ്ഥലത്ത് 60 എഴുതാം. എവിടെയാണ് 2 സ്ഥലത്ത് 60? എവിടെയാണ് 2 സ്ഥലത്ത്? ഇതാണ് 60. 60യുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കോഡ് ഏതാ നോക്കുക. ഇവിടെയും 60 എഴുതാം, ഇവിടെയും 60 എഴുതാം. ക്ലിയർ ആണോ? സോ ഇനി ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ 50 50 ഉണ്ട്. 100 ആയി. ഇനി 180 ആവാൻ എത്ര വേണം? 80. ദിസ് ഈസ് 80. ക്ലിയർ ആണോ? 50 50 100. ഇനി 180 ആവാൻ 80 കൂടി വേണം. വെരി സിമ്പിൾ. 70 70 എത്ര? 140. ഇനി 180 ആവാൻ എത്ര വേണം? ഇവിടെ 40 എഴുതുക. ക്ലിയർ ആണോ? മുകളിലൊന്ന് പറഞ്ഞങ്ങൾ എത്ര കാരം? 60. ഇത് മൊത്തം ചെയ്യല് കഴിഞ്ഞാൽ ആൻസർ എടുത്ത് എഴുതി വെക്കണം. എന്നാലേ എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. പറഞ്ഞ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര? PRQ എത്രയാണ്? PRQ എത്രയാണ്? 50. അടുത്തത് ARQ എത്രയാണ്? 60. അത് ആംഗിൾ A 60, ആംഗിൾ B 40, ആംഗിൾ C 80. വേഗം അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക. വേഗം പറഞ്ഞു കൊടുക്കുക.